ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 8 ഹെഡ് ക്രോക്കിയുടെ സ്റ്റിക്ക് എങ്ങനെ വരച്ചെടുക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന അതേ ക്രോക്കി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രോക്കി, 8 ഹെഡ് ക്രോക്കി എന്ന് പറയുന്നത്. ഇതിനെങ്ങനെ നമ്മൾ ഹെഡ് വരയ്ക്കാം, സ്ലീവ് എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ നമ്മൾ വേസ്റ്റ് ഭാഗം, ബ്രസ്റ്റ് ഭാഗം, അങ്ങനെ എല്ലാ ഭാഗങ്ങളും എങ്ങനെ ക്ലിയർ ആക്കാം എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഹെഡിൻ്റെ ഭാഗം വരച്ച് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ രൂപത്തിൽ തന്നെ വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ആ 0-യിൽ നിന്നും 1-ലേക്കാണ് നമ്മൾ ഹെഡിൻ്റെ പോർഷൻ വരച്ചെടുക്കുന്നത് കേട്ടോ. ചെറിയൊരു റൗണ്ട് രീതിയിലാണ് നമ്മൾ ആ ഹെഡ് പോർഷൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ അടിഭാഗം വരുന്ന ടൈമിൽ നമ്മൾ റൗണ്ട് ക്ലിയർ ആക്കി വരരുത്. അവിടെ ചെറിയൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകണം കേട്ടോ. അവിടെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കരുത്. അപ്പം എൻ്റെ കയ്യിൻ്റെ ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അല്ലേ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഹെഡിൻ്റെ പോർഷൻ വരയ്ക്കേണ്ടത്. ആ നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ചെറുതായിട്ടൊരു കർവ് പോലെ കൊടുക്കുക. സ്ട്രെയിറ്റും അല്ല എന്നാൽ റൗണ്ടും അല്ലാത്ത രൂപത്തിൽ നമ്മൾ കൊടുക്കുക. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ആ ഭാഗമാണ്, ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തും അതുപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മളെ സ്ലീവിൻ്റെ ആ ഒരു പോർഷന്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പ് നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ, അതേ ആ രൂപത്തിൽ തന്നെ നമ്മൾ വരച്ചെടുക്കുക. അതുപോലെ നമ്മുടെ കൈമുട്ടിൻ്റെ ആ ഒരു ഭാഗം, അവിടെ ഒക്കെ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല എല്ലാം വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക എന്ന് മാത്രമാണ്. ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഷേപ്പിൽ കൊടുക്കുക എന്നുള്ളതുള്ളൂ. ഇതാ നമ്മളുടെ ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം, കൈമുട്ടിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. അണ്ടർ ആം ആ ഭാഗങ്ങളൊക്കെ നമ്മൾ റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു 8 ഹെഡ് ക്രോക്കി വരക്കാം എന്ന് നല്ല വിശദമായി തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആദ്യം അത് പോയി കാണുക, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ വരയ്ക്കുന്നത് ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ഇത് വരയ്ക്കാൻ ശ്രമിക്കുക. നമ്മളെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഇത്. അപ്പോൾ ഒരാൾ നമുക്കൊരു റെഫറൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണമല്ലോ ഇങ്ങനെയാണ് ഈ ഡ്രസ്സ് വരുന്നത് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്കൊക്കെ പഠിക്കുന്നത്. അപ്പോൾ സ്റ്റിക്ക് പഠിക്കുന്നത് നല്ലതാണ്. നമ്മളൊരു ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ബ്യൂട്ടിക്ക് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ നമ്മളടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കണമല്ലോ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഡ്രസ്സ്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഡ്രസ്സ് ഇങ്ങനെയാണ് എന്ന് വരച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ 8 ഹെഡ് ക്രോക്കി അല്ലെങ്കിൽ ഈ സ്റ്റിക്കൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. ഇനി ഈ സ്റ്റിക്കിനെ നമ്മൾ ഡ്രസ്സാക്കി മാറ്റും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിക്കാണ് പഠിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കണം. അതിൽ കൂടുതൽ ഇങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ടാണ് ഈ വരയ്ക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മളെ ബോഡി ഷേപ്പ് നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ. നമ്മൾ ആ കാൽമുട്ടിൻ്റെ ആ ഭാഗം വരുന്നത്, കാൽമുട്ടിൻ്റെ ആ ഉള്ളിലേക്കാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ആ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കേണ്ടത് ഉൾഭാഗത്തേക്കാണ്, പുറം ഭാഗത്തേക്കല്ല, ഉൾഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ ആ ഷേപ്പ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ നമ്മുടെ കാൽപാദം ഒക്കെ ക്ലിയർ ആക്കി വരച്ചു കൊടുക്കുക. നമ്മൾ ആ ഇതിൽ കാണുന്നത് പോലെ ഉള്ളിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. മുട്ട് വരുന്നത് 5.5-ലാണ് കേട്ടോ നമ്മുടെ ആ മുട്ട് ഭാഗം വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി നോക്കുക. ഇനി നമ്മൾ പാൻറ് ഇടുന്ന ആ ഒരു നമ്മുടെ ഇടഭാഗം ഉണ്ടാവില്ലേ, അതിനെങ്ങനെ ഷേപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ കാണിക്കുന്നത്, ആ ഷേപ്പ് എങ്ങനെ വരച്ചെടുക്കാമെന്ന്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ഇത് രണ്ട് സൈഡിലും സ്കെയിൽ വെച്ചുകൊണ്ട് വരച്ചെടുക്കുക കേട്ടോ.
നമ്മുടെ ആ നെരിയാണി ഭാഗം ആ ലൈന് വരെ നമ്മൾ 7.25 നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ. ആ കാൽഭാഗം വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ 7.25 വരച്ചെടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു പോയിൻ്റ് പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡൗട്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് എവിടെയാണ്, ചിലപ്പോൾ ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ അത് നമ്മുടെ കാൽഭാഗവും വരച്ചിട്ടുണ്ട്. നമുക്ക് ഫിംഗേഴ്സ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പിന്നീട് നമ്മൾ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു റെഫറൻസ് വേണമല്ലോ, ഇങ്ങനെയാണ് ഒരു സ്റ്റിക്ക് വരുന്നത് എന്ന്. അപ്പോൾ അതിനായിട്ടുള്ളതാണ് നമ്മുടെ ഇനി കൈയിൻ്റെ സ്ലീവ്, കൈയിൻ്റെ ഫിംഗേഴ്സ് വരയ്ക്കണം. ഫിംഗേഴ്സ് വരയ്ക്കണതൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഫിംഗേഴ്സ് ആയിട്ടുണ്ട്. കൈപ്പത്തിയൊക്കെ ഇതിൽ കാണുന്ന പോലെ തന്നെ വരച്ചു കൊടുക്കുക. നമുക്ക് ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വരച്ചെടുക്കണം. ബ്രസ്റ്റിൻ്റെ ഭാഗം നമ്മൾ 2-ൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. 2-ന് ജസ്റ്റ് ഒരു കർവായി കൊടുക്കുക. അപ്പോൾ ആ ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിക്ക് പൂർണ്ണമായിട്ട് വരുന്നത് കേട്ടോ. ഇനി അതിന് ഹെയർ വരച്ചു കൊടുക്കണം, പിന്നെ ഡ്രസ്സ് വരച്ചു കൊടുക്കണം. അങ്ങനെ ഒരുപാട് പണികൾ ഇനി വേറെ ഉണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഇതാണ് നമ്മുടെ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഈ സ്റ്റിക്കിനെ നമ്മൾ പഠിച്ചില്ലേ. ഇനി അടുത്ത ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ടാണ് എല്ലാതും കൂടെ ഇതിൽ കാണിക്കാത്തത്. ഇനി ഇതിനെങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, ഡ്രസ്സ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാതും കൂടെ ഇതിലിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. നമ്മൾ വരച്ചിട്ടുള്ള ഇതും സ്റ്റിക്ക് പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മൾ ആ ഉള്ളിൽ കാണുന്ന ലൈൻസ് എല്ലാം നമ്മൾ ഇറേസർ വെച്ചിട്ട് മായ്ച്ച് കളയണം കേട്ടോ. കാരണം അതവിടെ ഇരിക്കുമ്പോൾ ഒരു ബോറല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് ഫുള്ളായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബോഡിയിലെ ഉള്ളിൽ കാണുന്ന വരകളെല്ലാം മായ്ച്ച് കളയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്ത പോർഷനുകളുണ്ടെങ്കിൽ ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.